ഹലോ, ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയാലോ. ബിരിയാണി എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ബിരിയാണിയുടെ വേറൊരു വേർഷനാണ് ഇത്. അതിന് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണേ. അത് ചൂടാകുമ്പോഴത്തേനും നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, സ്പൈസസ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മുടെ സവോള ഇട്ട് കൊടുക്കുക. അതൊരു 3 സവോളയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ഉപ്പിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേനും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരുംജീരകവും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക. അതും ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേനും ഒരു തക്കാളി അത് ചെറുതായിട്ട് മുറിച്ചത് അത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് അത് ചെറുതായിട്ട് അരിഞ്ഞത് അത് ഇട്ട് കൊടുക്കുക. ഇത് വഴണ്ട് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റുക. അപ്പോഴത്തേന് നമ്മുടെ കുതിർത്ത് വെച്ചേക്കുന്ന സോയാബീൻ ഉണ്ടല്ലോ, വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പച്ചരിയാണ്. 1.5 ഗ്ലാസ് പച്ചരിയാണ്. 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് നികക്കെയാണ് അളവ് വെള്ളം ഒഴിക്കേണ്ടത്. നികക്കെ വെള്ളം ഒഴിച്ച് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാൻ പച്ചമുളക് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ എടുത്തിട്ടില്ല. പച്ചമുളകും കൂടി ഇട്ടിട്ട് അടച്ച് 2 വിസിലടിക്കുമ്പോഴത്തേനും നമ്മുടെ ബിരിഞ്ചി സെറ്റായിട്ടുണ്ട്. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ അടിപൊളി ബിരിഞ്ചിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ബിരിഞ്ചിയാണ്. കുറച്ച് സലാഡും ഒരു മുട്ട പുഴുങ്ങിയതുണ്ടെങ്കിൽ അടിപൊളിയാണ് ബിരിഞ്ചി കഴിക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.